ബഹുമാനപ്പെട്ട തിരുവനന്തപുരം മേയർ വി രാജേഷാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. ഇന്നത്തെ രാജേഷുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ഏറെ പ്രത്യേകതകളുണ്ട്. കാരണം നമ്മുടെ പ്രധാനമന്ത്രി സാക്ഷാൽ നരേന്ദ്രമോദിയെ കണ്ടതിന് ശേഷം മടങ്ങി വന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന്. വികസനത്തിലൂന്നി വികസനം ലക്ഷ്യം വെച്ച് ഭരണം നടത്തുന്ന ഒരു പ്രധാനമന്ത്രിയെ കാണുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ജനപ്രതിനിധികൾക്കും ഈ വികസനത്തിൻ്റെ കാര്യത്തിൽ ഒരു ഉൾക്കാഴ്ച നേരത്തെ ഉള്ളതിന് വ്യത്യസ്തമായി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ രാജേഷിനോട് സംസാരിക്കുന്നത്. നമസ്കാരം. നമസ്കാരം. ഈ ഒരുപക്ഷെ ആദ്യമായിരിക്കും പ്രധാനമന്ത്രി ഇത്രയധികം ജനപ്രതിനിധികളെ, പ്രത്യേകിച്ചും കേരളത്തിൽ നിന്നുള്ളവരെ ഒരുമിച്ച് കാണുന്നത്. അതിനൊരു കാരണമുണ്ട്. BJP ദേശീയതലത്തിൽ തന്നെ തിരുവനന്തപുരത്തെ വിജയം വലിയ തോതിൽ ആഘോഷിക്കുന്നുണ്ട്. പ്രധാനമന്ത്രിയും ആ പ്രാധാന്യം നൽകുന്നു എന്നുള്ളതാണ്. എന്താണ് സന്ദർശനത്തിന് ശേഷം തോന്നുന്ന ഒരു വികാരം? കേരളത്തിലെ ഇത്തരം പഞ്ചായത്ത് മെമ്പർമാരുടെ സമ്മേളനങ്ങൾ പ്രധാനമന്ത്രി മുൻപ് പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഡൽഹിയിൽ ഇത്രയും ജനപ്രതിനിധികളെ ക്ഷണിച്ച് അദ്ദേഹത്തിൻ്റെ വസതിയിൽ ഒരുമിച്ച് കാണുന്നത് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും. അപ്പോൾ ഇതിന് വലിയൊരു പ്രാധാന്യമുണ്ട്. ഇത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരവും അതോടൊപ്പം തന്നെ BJPയുടെ ദേശീയ നേതൃത്വം പ്ലാൻ ചെയ്തതനുസരിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. എന്നാൽ ഇത് പ്രധാനമന്ത്രിയുമായിട്ടുള്ളൊരു കൂടിക്കാഴ്ച ഏറ്റവും പ്രധാനപ്പെട്ടായിരുന്നു. അതോടൊപ്പം തന്നെ അതിനോട് ചേർത്ത് വായിക്കുക എന്നുള്ളത് ഇന്ത്യയിലെ മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ കേരളത്തിലെ ഈ വിജയം ഉണ്ടാക്കിയ ഒരു രാഷ്ട്രീയ മാറ്റമാണ്. ഇന്നിപ്പോൾ രാവിലെ താങ്കളുമായിട്ട് ഞാൻ സംസാരിക്കുമ്പോഴേക്കും മധ്യപ്രദേശ് മുഖ്യമന്ത്രിയുടെ അടുത്ത് വീട്ടിൽ നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ 2 കൗൺസിലർമാരുൾപ്പെടെ ഒരു സംഘമുണ്ട്. അവിടെ നിന്നിട്ട് മധ്യപ്രദേശ് മുഖ്യമന്ത്രി തിരുവനന്തപുരം മേയറുമായിട്ടും കൂടെ സംസാരിക്കണമെന്ന് പറഞ്ഞതനുസരിച്ച് അവരുടെ ഫോണിൽ നിന്ന് ഞാൻ CM-ആയിട്ട് സംസാരിച്ചിട്ടാണ് ഈ ആറ്റുകാൽ പൊങ്കാലയും ബഡ്ജറ്റൊക്കെ ആയതുകൊണ്ടാണ് ഞങ്ങൾ നേരത്തെ ഇങ്ങ് വന്നത്. ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞ് ഞങ്ങൾ ഇൻഡോറും മറ്റുള്ള സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാൻ ചെല്ലുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലും ഇതേ സമയം ഗോവയിലും അതോടൊപ്പം തന്നെ ഉത്തർപ്രദേശിലും പിന്നെ ഗുജറാത്തിലും ഒക്കെയുള്ള പ്രധാനപ്പെട്ട പട്ടണങ്ങളിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ കൗൺസിലർമാർ അവിടുത്തെ കോർപ്പറേഷനുകളുടെ വിവിധ പ്രവർത്തനങ്ങൾ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ ഇരുന്ന് ഇപ്പോൾ സംസാരിക്കുന്ന ഈ സമയത്ത് ഈ പല സ്ഥലങ്ങളിലും മുഖ്യമന്ത്രിമാർ, അതായത് സംസ്ഥാന മുഖ്യമന്ത്രിമാർ തന്നെയാണ് ഇവർക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടി മുന്നിട്ട് നിൽക്കുന്നതും ഉദ്യോഗസ്ഥരെ ഏർപ്പാട് ചെയ്യുന്നതും. അപ്പോൾ ഇന്ത്യയിലൊരു 8-10 സംസ്ഥാനങ്ങളിൽ ഇതേ സമയക്കായി ഈ പ്രോസസ്സ് നടക്കുകയാണ്. ഇത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി മുൻകൈ എടുത്ത് ചെയ്യുന്നതാണ്. അപ്പോൾ കേരളത്തിലെ ഒരു കോർപ്പറേഷനിലെ ഭരണം BJPക്ക് ലഭിച്ചപ്പോൾ ഇന്ത്യയിൽ ഓരോ സ്ഥലത്തും നിലനിൽക്കുന്ന ഏറ്റവും മികച്ച വികസന പ്രവർത്തനങ്ങൾ തിരുവനന്തപുരത്ത് എത്തിച്ചു തരാൻ വേണ്ടി ഒരു രാജ്യത്തുള്ള പ്രധാനപ്പെട്ട ഭരണകർത്താക്കൾ തന്നെ മുൻകൈ എടുക്കുന്നു എന്നുള്ളത് കേരളത്തിലെ രാഷ്ട്രീയ മാറ്റത്തെ ദേശീയ BJPയും കേന്ദ്ര ഗവൺമെൻറ്റും എത്രത്തോളം പ്രാധാന്യത്തോടെ കാണുന്നു എന്നുള്ളതാണ്. അത് ഒന്ന് കേരളത്തിൻ്റെ പൊട്ടൻഷ്യൽ, 2 കേരളത്തിലെ BJP പ്രവർത്തകരുടെയും അനുഭാവികളുടെ ഒരു ഡെഡിക്കേഷൻ. ഇന്നലെ ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്താജി ആയിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ സെഷൻ വന്നത്. അപ്പോൾ അവർ പറഞ്ഞത് അവർ ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു വ്യക്തിപരമായ വിഷമം ഉണ്ടാവുമല്ലോ. അവർ വീട്ടിൽ ചെന്നപ്പോഴേക്കും മഹിളാ മോർച്ചയുടെ ഇപ്പോഴത്തെ അഖിലേന്ത്യാ അധ്യക്ഷ വാനതി ശ്രീനിവാസൻ പോയിട്ട് പറഞ്ഞത്, കേരളത്തിലും തമിഴ്നാട്ടിലൊക്കെ പ്രവർത്തകർ മത്സരിച്ചിട്ട് എത്രയോ തെരഞ്ഞെടുപ്പുകൾ തോൽക്കുന്നു, അവർ വീണ്ടും മത്സരിക്കുന്നു. കാരണം വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ മുമ്പിലുള്ള ലക്ഷ്യം. നമുക്ക് ഇവിടെ ഭരണം കിട്ടിയിട്ടുണ്ട്, ഇനിയും കിട്ടാം, ഈ രീതിയിലൊക്കെ സംസാരിച്ചു എന്ന് ഞങ്ങളോട് അവർ പറഞ്ഞു. അപ്പോൾ കേരളത്തിലെ അങ്ങനെ പ്രവർത്തിക്കുന്ന കേരളത്തിലെ പ്രവർത്തകരോട് കാണിക്കുന്ന ഒരു സ്നേഹമാണ് തീർച്ചയായിട്ടും ഈ സന്ദർശനം. ഈ പ്രധാനമന്ത്രി നിർദ്ദേശപ്രകാരമാണോ ഈ മറ്റ് സ്റ്റേറ്റുകളിലേക്ക് എനിക്കൊന്ന് മനസ്സിലാക്കുന്നത് ഇന്ന് തന്നെ എല്ലാവരും മടങ്ങിയവരായിരുന്നാണല്ലേ? ഞങ്ങൾ ചിലവരെ മാത്രമാണ് ഇന്നലെ രാത്രി ഒരു 8-9 പേരാണ് ഞങ്ങളിങ്ങി പോകുന്നത്. ബാക്കി എല്ലാവരും ഞങ്ങളൊക്കെ ഇന്നലെ രാത്രിയിലത്തെ ഫ്ലൈറ്റിൽ തിരിച്ച് തിരുവനന്തപുരത്തേക്ക് വരാൻ വേണ്ടി ടിക്കറ്റ് വരെ ബുക്ക് ചെയ്ത് തന്നതാണ് ഈ 48 പേർക്ക്. അപ്പോഴാണ് അവിടെ ചർച്ചകൾ നടന്നപ്പോഴേക്കും പ്രധാനമന്ത്രിയുടെയും ദേശീയ BJP പ്രസിഡന്റ് നിതിൻ നവീൻജിയുടെയും കൂട്ടായ ചർച്ചയിൽ നിന്ന് ഒരാശയം ഉരുത്തിരിഞ്ഞു വന്നത്. ഈ കൗൺസിലർമാർ എന്തായാലും നമ്മൾ 3-4 ദിവസം കൊണ്ട് ഈ കാര്യങ്ങളിലാണല്ലോ ഡീപ്പായിട്ട് പോകുന്നത്. അപ്പോൾ ആ പ്രവർത്തനങ്ങൾ നേരിട്ട് പോയി അവരൊന്ന് കാണട്ടെ. അങ്ങനെയാണ് തിരുവനന്തപുരത്ത് അത്യാവശ്യം എത്തേണ്ട ആൾക്കാരെ തിരുവനന്തപുരത്തേക്ക് അയച്ചിട്ട് ഞങ്ങളോട് മാർച്ച് 3 പൊങ്കാല കഴിഞ്ഞിട്ട് ആറ്റുകാൽ പൊങ്കാലയെല്ലാം കഴിഞ്ഞ് ആ പ്രവർത്തനങ്ങൾക്ക് ശേഷം ആവശ്യമുള്ള സ്ഥലങ്ങളിൽ പോകാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്നുള്ള സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആവശ്യമായ ഉദ്യോഗസ്ഥരെയും കൂട്ടി ഞങ്ങൾ പോകും. ഈ പ്രധാനമന്ത്രി ഒരു അധ്യാപകൻ ക്ലാസ് എടുക്കുന്നത് പോലെയാണ് വളരെ അടുത്ത് മൈക്കൊക്കെ പിടിച്ച് നിങ്ങളുടെ ചുറ്റും നടക്കുന്ന ദൃശ്യങ്ങൾ, അത് വളരെ കൗതുകം തോന്നി. എന്താ അദ്ദേഹം പറഞ്ഞത്? അതായത് അത് ചില സമയത്ത് അധ്യാപകനും തോന്നാം, ചില സമയത്തൊരു ജ്യേഷ്ഠ സഹോദരനും തോന്നാം, ചിലപ്പോൾ ഒരു പിതാവിൻ്റെ സ്ഥാനത്ത് നിന്നാണ്, ചില ഘട്ടങ്ങളിൽ ഒരു വലിയ നേതാവിൻ്റെ സ്ഥാനത്ത് നിന്നാണ്. അങ്ങനെ ഒരു 1.5 മണിക്കൂറിനുള്ളിൽ പല തരത്തിലും പ്രധാനമന്ത്രിയുടെ ഇടപെടലുകളുണ്ടായി.
ഇപ്പോൾ നിർദ്ദേശങ്ങളുടെ രൂപത്തിലായാലും തമാശയുടെ രൂപത്തിലായാലും ശാസനയുടെ രൂപത്തിലായാലും അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിന് പല തരത്തിലും പ്രധാനമന്ത്രി. അപ്പോൾ 25 വർഷം തുടർച്ചയായി മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയുമായിട്ട് ഇന്ത്യയിൽ ഇരുന്ന ഒരു വ്യക്തി അദ്ദേഹം മാത്രമാണ്. അപ്പോൾ അങ്ങനെ അതും വിജയകരമായി അദ്ദേഹത്തിൽ നിന്നും വരുന്ന ഓരോ വാക്കും ഞങ്ങൾക്ക് അത്രത്തോളം പ്രചോദനം നൽകുന്നതാണ്. അതായത് അദ്ദേഹം തന്ന പ്രധാനമായും ഊന്നിയത് കേരളവുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിൻ്റെ ചിന്തകളും അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളും ഒക്കെ ആയിരിക്കാം. നിങ്ങൾക്ക് നൽകിയ സന്ദേശം എന്താണ്? ഏത് രീതിയിൽ ഈ ഭരണം മുന്നോട്ട് കൊണ്ടുപോകണം, എങ്ങനെ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, അതിനൊരു പ്രത്യേക കാഴ്ചപ്പാട് സ്വാഭാവികമായും അദ്ദേഹത്തിന് ഉണ്ടാവുമല്ലോ. അദ്ദേഹം തന്നതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്, ഓരോരുത്തരും ഓരോ തരത്തിലായിരിക്കും ആശയം സ്വീകരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയത് ആദ്യം നമ്മൾ പരിഗണന രാജ്യത്തിന്, അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക്, സമൂഹത്തിന്, അങ്ങനെ പ്രസ്ഥാനം, അതോടൊപ്പം തന്നെ നമ്മുടെ വ്യക്തിപരമായ നിഷ്ഠകളും കാര്യങ്ങളുമൊക്കെ തന്നെ. അപ്പോൾ ഈ രീതിയിൽ ഉള്ള ഒരു സന്ദേശമാണ് എനിക്ക് അതിൽ നിന്ന് ലഭിച്ചത്. അപ്പോൾ പ്രത്യേകിച്ച് ഏറ്റവും ബുദ്ധിമുട്ടും ദാരിദ്ര്യം അനുഭവിക്കുന്ന ജനങ്ങളോടൊപ്പം എത്രത്തോളം നമ്മൾ അനുകമ്പയോടെ സ്നേഹത്തോടെ ഇടപെടാൻ സാധിക്കുമോ, ഇതായിരിക്കണം നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരം. ഇതിലൂടെയാണ് നമ്മുടെ രാജ്യത്തെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും മുന്നിലുള്ള രാഷ്ട്രമായി കൊണ്ടു ചെല്ലേണ്ടത് എന്നുള്ളത് പറഞ്ഞിട്ട് ഈ ഓരോന്നും കണക്ട് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് അദ്ദേഹം ഷെയർ ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങളെപ്പോലെ അദ്ദേഹം വലിയൊരു ക്യാൻസർ സംസാരിക്കുമ്പോൾ അതിൽ നിന്ന് ഏതൊക്കെയാണ് ഞങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുന്നത് അത് സ്വീകരിക്കും. സ്വാഭാവികമായിട്ട് ഈ ജനപ്രതിനിധികൾ അദ്ദേഹത്തിന് കോൺഫിഡൻസ് ഉണ്ടായിരുന്നതുകൊണ്ടാണല്ലോ ഞങ്ങളുടെ മുഴുവൻ പ്ലാനിൽ നിന്നും വ്യത്യാസം വരുത്തിയിട്ട് ഇന്നലെ രാത്രി എല്ലാവരും വീട്ടിലേക്ക് വരാനും ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന 115 പേർക്ക്. ആ ടിക്കറ്റിൽ പലർക്കും ഒരു 8-9 ടിക്കറ്റ് ഒഴിച്ച് ബാക്കിയെല്ലാം ക്യാൻസൽ ചെയ്തതിന് ശേഷം അപ്പോൾ തന്നെ 8-10 സംസ്ഥാനങ്ങളിൽ വിളിച്ച് അറേഞ്ച് ചെയ്തിട്ട് നേരിട്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് വിളിക്കാം. അല്ല, അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ. അദ്ദേഹം ഒരു പദ്ധതി പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ചെയ്യാൻ മെഷീനറി ഉണ്ടല്ലോ. അദ്ദേഹം ഒരു പദ്ധതി പറയുകയും അത് BJP ദേശീയ നേതൃത്വമായിട്ട് സംസാരിച്ചിട്ട് ആ പ്ലാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ താഴോട്ടുള്ള സംഘടനാ സംവിധാനവും മറ്റ് അഖിലേന്ത്യാ പ്രസിഡൻ്റെയും ജനറൽ സെക്രട്ടറിയുടെയും ഒക്കെ ഓഫീസിലുള്ള മെഷീനറി വർക്ക് ചെയ്യുമല്ലോ. അത് ഒരു ഡയറക്ഷൻ കൊടുത്താൽ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും അത് വർക്ക് ചെയ്തോളൂ. ഞാൻ പറഞ്ഞത്, അപ്പോൾ ഈ ജനപ്രതിനിധികളുമായി ഇൻട്രാക്ട് ചെയ്തപ്പോഴേക്കും അദ്ദേഹത്തിന് കോൺഫിഡൻസ് വർദ്ധിച്ചിരിക്കുന്നുണ്ടാവാം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ജനപ്രതിനിധികൾക്ക് ഇത്തരത്തിലൊരു പ്രാക്ടിക്കൽ ട്രെയിനിങ്ങും കൂടി കൊടുത്തിട്ട്, ഇപ്പോൾ വഡോദരയിൽ ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് മെഷീനുണ്ട്, അല്ലെങ്കിൽ സൂററ്റിൽ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ട് എന്നൊരു പവർ പോയിൻ്റ് പ്രസൻറ്റേഷനിൽ പറയുന്നു. അതിനുശേഷം തൊട്ടടുത്ത ദിവസം തന്നെ അവർക്ക് നേരിട്ട് കാണുവാനുള്ള സാഹചര്യം ഒരു പ്രധാനമന്ത്രി ഇടപെട്ട് ഒരുക്കി കൊടുക്കുകയാണ്. അപ്പോൾ അതിനുശേഷം ഇവർ പോയിട്ട് ഇവർ പ്രവർത്തിക്കുന്ന ഗ്രാമങ്ങളിൽ ഒരു വിജയകരമായ കോർപ്പറേഷൻ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചിട്ട് വരികയാണ് കണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മളെ പോയ എല്ലാ ആൾക്കാർക്കും അതാത് സ്ഥലങ്ങളിലുള്ള മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിമാരും അവരുടെ OSD ഇതേ സ്ഥലങ്ങളിലുള്ള എഞ്ചിനീയർമാർ അവരുടെയൊക്കെ ഫോൺ നമ്പർ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യും. ഇതിൻ്റെയൊക്കെ ഡയഗ്രാം പരമാവധി ഒരു വീഡിയോ എടുക്കും, വീഡിയോ ഷൂട്ട് ചെയ്യും, അതോടൊപ്പം തന്നെ ഫോട്ടോ എടുക്കും, ഇതിൻ്റെ പേപ്പറുകൾ അവർ വാങ്ങും. ഈ പോയ ജനപ്രതികളൊക്കെ തന്നെ അവർ തിരിച്ചവരുടെ പ്രവർത്തന കേന്ദ്രങ്ങളിൽ എത്തിയതിനു ശേഷം ഇതിനെക്കുറിച്ച് കാര്യമായ ചർച്ചകൾ, ഇപ്പോൾ തിരുവനന്തപുരത്തുനിന്ന് പോയ കൗൺസിലർമാരൊക്കെ വന്ന ഉടൻ തന്നെ മേയറും ഡെപ്യൂട്ടി മേയറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും അടങ്ങുന്ന ഞങ്ങളുടെ മുമ്പാകെ വിശദീകരിക്കും, നമുക്കേതിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം, അതിനെക്കുറിച്ചൊക്കെ വിശദമായി. ഇങ്ങനെയാണല്ലോ ഒരു സമൂഹത്തിന് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നത്. ഈ പ്രധാനമന്ത്രിക്ക് സ്വാഭാവികമായിട്ടും ഒരുപാട് പ്രതീക്ഷയുണ്ടാകും. ആ പ്രതീക്ഷ നിറവേറ്റേണ്ട വലിയൊരു കടമയും മേയർ എന്ന നിലയിൽ താങ്കൾക്കുണ്ട് തിരുവനന്തപുരവുമായി ബന്ധപ്പെട്ട്. ഞങ്ങളുടെ പരിമിതിക്കകത്തുനിന്നുകൊണ്ട് ഞങ്ങളത് ആത്മാർത്ഥമായിട്ട് ചെയ്യും. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടിയുടെ സഹായമുണ്ട്, ഞങ്ങളുടെ സീനിയർ നേതാക്കന്മാരുടെ ഉപദേശമുണ്ട്, അണികളുടെ പിന്തുണയുണ്ട്. പിന്നെ ഉദ്യോഗസ്ഥരെ ഞങ്ങൾ പരമാവധി ചേർത്ത് പിടിച്ചുകൊണ്ടാണ് പോകുന്നത്. എല്ലാ ഉദ്യോഗസ്ഥരും ഞങ്ങളുമായിട്ട് നന്നായിട്ട് സഹകരിക്കുന്നുണ്ട്. കുറച്ച് സമയമായിട്ടേ ഉള്ളൂ ഭരണസമിതി അധികാരമായിട്ട്, എങ്കിലും കുറേ പദ്ധതികളിൽ കാര്യമായി മുന്നോട്ട് പോകാൻ സാധിച്ചോ? കാരണം ജനങ്ങൾക്ക് വാഗ്ദാനം നൽകിയ ഒരുപാട് പ്രോജക്ട്സ് ഉണ്ട്. ഇപ്പോൾ അങ്ങ് വന്ന് 11:30 മണിക്കാണ് നമ്മൾ 11 മണിക്കാണ് നമ്മൾ കാണാമെന്ന് പറഞ്ഞിരുന്നത്. അങ്ങ് വന്നിട്ട് നമ്മൾ ഒരുമിച്ചിരിക്കുന്നത് 12 മണിക്കാണ്. അപ്പോൾ അങ്ങ് 1 മണിക്കൂർ അങ്ങ് എൻ്റെ റൂമിലുണ്ടായിരുന്നു. ഈ 1 മണിക്കൂർ ഞാൻ സംസാരിച്ചു കൊണ്ടിരുന്നത് തെരുവ് നായ്ക്കളെ ഞങ്ങൾ മാർച്ച് ആദ്യത്തെ ആഴ്ച തന്നെ അടുത്ത സ്റ്റെപ്പ് ABC. ഇപ്പം ഞങ്ങൾക്ക് ABC എന്ന് 2 ഞങ്ങൾ കോർപ്പറേഷൻ്റെ കേന്ദ്രങ്ങൾ, ഒരു പോർട്ടബിൾ ABC സെൻറ്ററിൽ ഒരു 400 തെരുവ് നായ്ക്കളെ വന്ധീകരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി ഞാൻ ചർച്ച നടത്തുകയായിരുന്നു. എന്നിട്ട് ഈ ഉദ്യോഗസ്ഥരോട് നിങ്ങൾ മാധ്യമ ചാനൽ ഇരിക്കുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി എനിക്കൊന്ന് പുറത്ത് പോകണം ഒരു 2 മണിക്കൂറത്തേക്ക്. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഉച്ചയ്ക്ക് ഇരിക്കുകയാണ്. അവർ വെയിറ്റ് ചെയ്യണം, പട്ടത്തവരുടെ ഓഫീസിൽ അവർ വെയിറ്റ് ചെയ്യണം. കേന്ദ്ര ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ്. ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആയിട്ടും എൻ്റെ വെറ്റിനറി സർജനാണ് തൊട്ടടുത്തുനിന്ന് ഡോക്ടർ ശ്രീരാഗ്, അദ്ദേഹം ഒന്ന് വന്നിരിക്കുകയാണ്. ഇത് സെക്കൻഡ് സാറ്റർഡേ, അവർക്ക് അവധിയാണ്. എന്നിട്ടും അദ്ദേഹം സഹകരിച്ച് വന്നിരിക്കുകയാണ്. ഞങ്ങൾ ഉച്ചശേഷം ഇരിക്കുന്നത് ഈ നായ്ക്കളെ ഇപ്പോൾ പാർപ്പിച്ചിരിക്കുന്ന ഷെൽട്ടർ കാണാനായിട്ട് അവരൊന്ന് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ വിഴിഞ്ഞത്തിട്ടുണ്ടല്ലോ, അവിടെ കൊണ്ടുപോകുന്നുണ്ട്. അതിനുശേഷം ഞങ്ങൾക്ക് 2 ഏക്കർ സ്ഥലം ലീസിന് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ആ സ്ഥലം ഞങ്ങൾ ഒന്ന് കാണാൻ പോകുന്നുണ്ട്. അവിടെ ഷെൽട്ടർ നിർമ്മിക്കുന്നതിനെക്കുറിച്ച് എങ്ങനെ ഫണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ വഴി ആ ഫണ്ട് കിട്ടാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ചയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞത്, ഞങ്ങൾ ഒരു നിമിഷം ഇന്നലെ വെളുപ്പിന് 3 മണിക്കാണ് ഞാൻ എത്തിയത്.
അതിനുശേഷം ഇന്ന് രാവിലെ തന്നെ നമ്മൾ അടുത്ത ഈ കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ തുടർച്ച ചെയ്യാൻ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു നിമിഷം പോലും പാഴാക്കാതെ ഞങ്ങൾ ഈ 45 ദിവസം കൊണ്ട് ഇപ്പോൾ ഇതേ സമയത്ത് ഇത് താങ്കളുടെ ചാനൽ ഇൻ്റർവ്യൂ വന്നിട്ട് ഞാൻ നേരെ പോകുന്ന ആറ്റുകാൽ പൊങ്കാലയുമായിട്ട് ബന്ധപ്പെട്ട് റോഡുകളുടെ പണി 15-ാം തീയതിക്ക് മുമ്പ് കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ പുരോഗതി വിലയിരുത്ത എഞ്ചിനീയർമാരോട് വെയിറ്റ് ചെയ്യുകയാണ്. ആ റോഡുകളെ കാണാൻ ഞങ്ങൾ മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉൾപ്പെടെ പോവുകയാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ ഇലക്ട്രിക് ബസ്സുകൾ നിരത്തിലോടി ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളും ഞങ്ങൾ പരമാവധി സമയം പ്രയോജനപ്പെടുത്തി ചെയ്തുകൊണ്ട് നരേന്ദ്രമോദിയുടെ സ്വപ്നം, ജനങ്ങളുടെ പ്രതീക്ഷ അത് സാക്ഷാത്കരിക്കാനുള്ള യത്നത്തിലാണ് ഞങ്ങൾ. ഈ വർഷങ്ങളോളം ഭരിച്ച ഒരു ഭരണസമിതിയിൽ നിന്നാണ്, ഒരു പാർട്ടി ഭരിച്ച ഭരണസമിതിയിൽ നിന്നാണ് രാജേഷ് ഇത് ഏറ്റെടുക്കുന്നത്. എന്തെങ്കിലും ഒരു തടസ്സം, ഈ കാര്യങ്ങൾ സിസ്റ്റം നന്നായി പോകാനുള്ള ഒരു ഷിഫ്റ്റിൻ്റെ ഒരു പ്രശ്നം അതിപ്പോഴും അഭിമുഖീകരിക്കുന്നുണ്ടോ? എന്തെങ്കിലും ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന്? ഉദ്യോഗസ്ഥർ അങ്ങനെ പർപ്പസ്ഫുള്ളി ഞങ്ങളുടെ ഭരണത്തിനെ തകിടം മറിക്കണം എന്നുള്ള ആഗ്രഹമൊന്നും പ്രതിഫലിച്ചിട്ടില്ല. ഒരുപക്ഷേ ആശയപരമായ വ്യത്യസ്തം കൊണ്ട് ആരുടെയെങ്കിലൊക്കെ ഉള്ളിലൊരു പക്ഷേ അങ്ങനെയൊക്കെ എന്തെങ്കിലും ചിന്തകളുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ പ്രത്യക്ഷമായിട്ടൊരു ഉദ്യോഗസ്ഥരുടെയും ഭാഗത്തുനിന്ന് ഇതുവരെ അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടായതായിട്ട് മേയർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. ഞങ്ങളോട് ഉദ്യോഗസ്ഥർ പരമാവധി സഹകരിച്ച് തന്നെയാണ് അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം അവർ നടത്തുന്നത്, സഹകരിച്ച് തന്നെയാണ് പോകുന്നത്. പിന്നെ സ്വാഭാവികമായിട്ടും ഒരു 45 വർഷത്തെ ഒരു സിസ്റ്റത്തിൽ നിന്നും പുതിയൊരു സിസ്റ്റത്തിലേക്ക് വരുമ്പോഴുണ്ടാകുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ ജനങ്ങൾക്കോ ഭരണത്തിനോ അത് ഇതുവരെയും ഫീൽ ചെയ്തിട്ടില്ല. ബോധപൂർവം ആരും തടസ്സം ഉണ്ടാക്കുന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നിയില്ല. ഞങ്ങൾ അവരുടെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടാനോ അവർക്ക് വ്യത്യസ്തമായ ആശയമാണ് പിന്തുടർന്നതെന്ന് വെച്ചിട്ട് അവരെ ബുദ്ധിമുട്ടിക്കാനോ ഞങ്ങൾ ശ്രമിക്കുകയില്ല. അത് അവരോട് പറഞ്ഞിട്ടുണ്ട്. ഒപ്പം നമ്മളിനി പ്രതീക്ഷിക്കേണ്ടത്, ഇപ്പം പ്രധാനമന്ത്രിയെ കണ്ട് മടങ്ങി വന്നതാണ്. കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് വലിയൊരു സഹായം തിരുവനന്തപുരം കോർപ്പറേഷന് പ്രത്യേകിച്ച് ഉണ്ടാകും. പല പദ്ധതികളും ബജറ്റിലൊക്കെ പ്രതീക്ഷയൊന്നും നടന്നില്ല. അത് എന്തെങ്കിലും ഉറപ്പ് പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് കിട്ടിയില്ല? അല്ല, അതിപ്പോൾ മാധ്യമങ്ങളും പലരും പ്രതീക്ഷിക്കുക, വാർത്ത കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് വലിയൊരു കോടിക്കണക്കിന് രൂപയുടെ പദ്ധതി പ്രഖ്യാപിക്കും, വലിയൊരു പദ്ധതി പ്രഖ്യാപിക്കും എന്നൊക്കെയാണ്. പക്ഷേ ഞങ്ങൾ തന്നെ സ്വീകരിക്കുന്നത് മറ്റൊരു മാർഗ്ഗമാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ എന്തൊക്കെയാണ് ആവശ്യം അത് അതാത് വകുപ്പുകളുമായി സംസാരിച്ചിട്ട് നേടിയെടുക്കുക. ഇപ്പോൾ ഞാൻ വീണ്ടും നടത്തിക്കൊണ്ട ഉദാഹരണമാണ്, തെരുവ് നായ്ക്കളെ ബുദ്ധിമുട്ട് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ആവശ്യം. അതിന് ഇപ്പോൾ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻജിയുടെ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അത് അനിമൽ ഹസ്ബൻഡറി ഉണ്ട്, ന്യൂനപക്ഷ ക്ഷേമത്തോടൊപ്പം അനിമൽ ഹസ്ബൻഡറി ഉണ്ട്. അനിമൽ ഹസ്ബൻഡറിക്ക് ചില വകുപ്പുകൾ വഴി നമുക്ക് നായ്ക്കളുടെ ഷെൽട്ടറും ABC പ്രോഗ്രാമും ചെയ്തു തരുവാനുള്ള ഫണ്ടുണ്ട്. അത് നേടിയെടുക്കുവാൻ ചെന്നപ്പോഴേക്കും വാതിൽ ഓപ്പണാണ്, അത് നേടിയെടുക്കുന്നു. അതോടൊപ്പം തന്നെ അർബൻ ഡെവലപ്മെൻറ്റ് മിനിസ്റ്ററുമായിട്ട് ഇന്നലെ സംസാരിച്ചു. PMA പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ ഒപ്പിടുന്നില്ല. അതുകൊണ്ട് 2ാം ഘട്ടം ഇവിടെ ഒരു വീട് കൊടുക്കാൻ പറ്റുന്നില്ല. 2000 പേർ എലിജിബിളായിട്ടുള്ള 2000 പേർക്ക് വസ്തു കൊണ്ട് എല്ലാ റെക്കോർഡ്സും ഒക്കെയാണ്. അടുത്ത ഘട്ടം ഒപ്പിട്ടാൽ മാത്രമേ നെക്സ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് 40,000 രൂപ കൊടുത്തിട്ട് എഗ്രിമെൻറ്റ് വയ്ക്കാൻ സാധിക്കുള്ളൂ. അതിന് സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നു. ഇതിനെങ്ങനെ ഗെറ്റ് ഓവർ ചെയ്യാം? മനോഹർലാൽ ഖട്ടാർജിയുമായിട്ട് സംസാരിച്ചു. അതിൻ്റെ വരാൻ പോകുന്ന റിസൾട്ടുകൾ അടുത്ത ദിവസം ഉണ്ടാവും. ഇപ്പോൾ JP നഡ്ഡാജിയുടെ വീട്ടിലായിരുന്നു ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസം രാത്രിയുടെ ഞങ്ങൾ കൂടിക്കാഴ്ച. JP നഡ്ഡാജിയായിട്ട് ഇത് കഴിഞ്ഞതിന് ശേഷം മേയർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് നഡ്ഡാജിയെ 10-20 വർഷം കൊണ്ടേ അറിയാം. അപ്പോൾ നഡ്ഡാജിയുമായിട്ട് ഞങ്ങൾ വ്യക്തിപരമായിട്ട് സംസാരിച്ചു. അപ്പം നഡ്ഡാജിയുടെ ആരോഗ്യവകുപ്പ് വഴി ഞങ്ങൾക്ക് ഒരിക്കലും ഈ കോർപ്പറേഷൻ ലഭിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള സഹായം അത് അപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി വിളിച്ചിട്ട് പറഞ്ഞു, ഈ കാര്യങ്ങളൊന്ന് പരിശോധിച്ചിട്ട് കോർപ്പറേഷന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഇടപെടാനായിട്ട് പറഞ്ഞു. അതായത് ഒരു വലിയ പ്രഖ്യാപനം പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച് വാർത്തയാകുമെന്നുള്ള വാർത്തകൾ മാധ്യമങ്ങൾ കൊടുത്തിരുന്നു. പക്ഷേ ഞങ്ങൾ സ്വീകരിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്ന് ഏതൊക്കെ മന്ത്രാലയങ്ങളിൽ നിന്നാണ് ഓരോരോ ഏരിയയിൽ ഗുണം കിട്ടുന്നത് ആ മന്ത്രിമാരെ സമീപിച്ചുകൊണ്ട്, ആ മന്ത്രാലയങ്ങളെ സമീപിച്ചുകൊണ്ട് അതിൻ്റെ ഫോളോ അപ്പ് ചെയ്ത് നേടിയെടുക്കുകയാണ്. അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു പ്രതീക്ഷ ഇപ്പോഴും ഈ പറഞ്ഞതുപോലെ പ്രതീക്ഷ കൂടുകയാണ്. ഡൽഹിയിലൊക്കെ പോയിട്ട് കൂടി. അത് രാഷ്ട്രീയപരമായി ഭരണസമിതി മാറിയതിൻ്റെയാണ്. നേരത്തെ നേടിയെടുക്കാവുന്ന ആനുകൂല്യങ്ങളായിരുന്നല്ലോ ഇതൊക്കെ. അപ്പോൾ അതിനകത്തൊരു വീഴ്ച വന്നു എന്നൊരു ആരോപണമുണ്ടോ? ഞാൻ ആരോപണത്തിനൊന്നും മുതിരുന്നില്ല. ചെയ്യാമായിരുന്നു, ചെയ്യാൻ സാധിച്ചില്ല. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന സാധ്യതകളൊക്കെ തന്നെ ഞങ്ങൾ പരിശോധിക്കും. അതോ കേന്ദ്ര ഗവൺമെൻറ്റിനെ സമീപിക്കുന്നത് പോലെ സംസ്ഥാന സർക്കാരിനെ സമീപിക്കും. കേന്ദ്ര ഗവൺമെൻറ്റിനോട് ഞങ്ങൾ എന്തൊക്കെയാണ് ആവശ്യപ്പെടുന്നത് അതുപോലെ സംസ്ഥാന സർക്കാർ വഴി എന്തൊക്കെ കിട്ടാൻ സാധ്യതയുണ്ടോ അതൊക്കെ ആവശ്യപ്പെടും. ഞാൻ സത്യപ്രതിജ്ഞ ചെയ്ത് 1-2 ദിവസത്തിന് തന്നെ മുഖ്യമന്ത്രിയെ കണ്ടത്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു. അപ്പോൾ മുഖ്യമന്ത്രി ചില കാര്യങ്ങൾ പറഞ്ഞു. മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ സാധിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കും. ഇപ്പോൾ KSRTCയുടെ സ്മാർട്ട് സിറ്റിയുടെ ഇലക്ട്രിക് ബസ്സുകൾ അത് ഇട റോഡുകളിലൂടെ പോകണം. ഞങ്ങൾ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയെ കണ്ട കാര്യം ആവശ്യപ്പെട്ടു. ഗതാഗത വകുപ്പ് മന്ത്രി അതിൽ ഇടപെട്ടിട്ട് ഞങ്ങൾ നേടിയെടുത്തു. അപ്പോൾ കേന്ദ്ര സർക്കാരിനെ സമീപിക്കുന്ന അതേ മാനസികാവസ്ഥയോടെ ഞങ്ങൾ സംസ്ഥാന സർക്കാരിനെയും സമീപിക്കും. മനോഭാവത്തിൽ വ്യത്യാസമുണ്ടോ സമീപിക്കും? നമുക്കറിയാം, ഒരു ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തി മേയർ എന്നുള്ള നിലയ്ക്ക് വികസനം എവിടെ നിന്നൊക്കെ സഹായം എവിടെ നിന്നൊക്കെ കിട്ടുമോ അത് കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭരിച്ചാലും BJP സർക്കാർ ഭരിച്ചാലും മറ്റൊരു സർക്കാർ ഭരിച്ചാലും വികസനത്തിനുള്ള സഹായം എവിടെ നിന്നൊക്കെ കിട്ടും അതൊക്കെ ഞങ്ങൾ സ്വീകരിക്കും. ഞങ്ങൾ ആവശ്യപ്പെടും.
ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഒരു കാര്യം ഇതുവരെ ഞങ്ങൾ ആവശ്യപ്പെട്ട കാര്യങ്ങളൊന്നും ചെയ്തു തരില്ല എന്നുള്ള നിലപാടെടുത്തിട്ടില്ല. ഞങ്ങൾ ആവശ്യപ്പെടും, കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ നേടിയെടുക്കും. ഇനി എന്തെങ്കിലും ഞങ്ങൾക്ക് കിട്ടിയില്ല, ഞങ്ങൾ വേറെ ഏതെങ്കിലും വഴി നോക്കും. അതിനൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല. വലിയ ലക്ഷ്യങ്ങളാണ് മുന്നിലുള്ളത്. തീർച്ചയായും അപ്പോൾ അതിൻ്റെയുള്ള പ്രവർത്തനങ്ങളാണ്. തീർച്ചയായും. ശരി, നന്ദി. നന്ദി, നമസ്കാരം.